സ്റ്റോറി മന്ദിരത്തിലേക്ക് സ്വാഗതം. കൂട്ട് ഭാഗം 2. കുലുക്കമൊന്നുമില്ലാതെ വിമാനം നേർരേഖയിൽ സഞ്ചരിക്കുകയായിരുന്നു. വിൻഡോ സീറ്റ് ആയിരുന്നതിനാൽ ഷർമിള വെളിയിലേക്ക് നോക്കിയിരുന്നു. പക്ഷേ പുക പോലെ വെളുത്ത മേഘങ്ങളല്ലാതെ ഒന്നും കാണാനുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ആരോ ഒന്ന് ചുമച്ചു. അവൾ തല തിരിച്ചു നോക്കി. മുംബൈയിൽ നിന്ന് കയറിയ ചെറുപ്പക്കാരൻ പുഞ്ചിരിയോടെ നോക്കിയിരിക്കുന്നതാണ് അവൾ കണ്ടത്. കയ്യിൽ ഒരു ഗ്ലോസി മെൻസ് മാഗസിൻ, പുറംചട്ടയിൽ നഗ്നമായ മാറിടങ്ങൾ കാട്ടി ഒരു സുന്ദരി. അവൾ നോക്കുന്നത് കണ്ട് അയാളുടെ ചിരി അല്പം കൂടി വിടർന്നു. അപ്പോൾ അയാളുടെ ഇരു കവിളുകളിലും നുണക്കുഴികൾ വിരിയുന്നത് അവൾ കണ്ടു. നുണക്കുഴികളുള്ള പുരുഷന്മാർ ചിരിക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ചിരിക്ക് ഒരു നിഷ്കളങ്കത നൽകും നുണക്കുഴികൾ. ഒരാൾ നമ്മളെ നോക്കി ചിരിക്കുമ്പോൾ അത് അവഗണിക്കുന്നത് മര്യാദകേടാണ് എന്ന് വിശ്വാസക്കാരിയായിരുന്നു ഷർമിള. അത് കാരണം അവളും ഒന്ന് പുഞ്ചിരിച്ചു. നമുക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. അവിടെ തൊട്ടടുത്തുള്ള സീറ്റുകളിലിരുന്ന കൊങ്ങിണി ദമ്പതികൾ അപ്പോഴും കലപില സംസാരിക്കുന്നുണ്ടായിരുന്നു. ചെറുപ്പക്കാരന്റെ അടുത്ത സീറ്റിൽ സ്യൂട്ട് ധരിച്ച ഒരു മധ്യവയസ്കനാണ് ഉണ്ടായിരുന്നത്. അയാൾ കണ്ണുകളടച്ച് പിന്നിലേക്ക് ചാരിയിരിക്കുന്നു. ഷർമിള വീണ്ടും പുറത്തേക്ക് നോക്കി വെറുതെ ഇരുന്നു. എന്നിട്ടും ചെറുപ്പക്കാരന്റെ നോട്ടം തന്റെ ശരീരത്തിൽ വന്ന് പതിക്കുന്നത് അവൾ അറിയുന്നുണ്ടായിരുന്നു. പുരുഷന്മാരുടെ തുറിച്ചുനോട്ടങ്ങൾ അവൾ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. മുഖത്തേക്ക് നോക്കുന്നവർ കുറവാണ്, കണ്ണുകളിലേക്ക് നോക്കുന്നവർ അതിലും കുറവ്. മാറിടത്തിലേക്ക് നോക്കാനാണ് മിക്കവർക്കും ഇഷ്ടം. ഇപ്പോൾ അതവളത് കാര്യമാക്കാറേയില്ല. ഒടുവിൽ ഡൽഹി എത്തി. സീറ്റ് ബെൽറ്റ് ധരിക്കാനുള്ള അറിയിപ്പ് വന്നു. വിമാനം അല്പസമയം വട്ടമിട്ട് പറന്ന ശേഷം ലാൻഡ് ചെയ്തു. ഡൽഹിയിൽ ആദ്യമായിട്ടായിരുന്നു ഷർമിള വരുന്നത്. അതിന്റെ ചെറിയൊരു പരിഭ്രമം ഉണ്ടായിരുന്നു അവൾക്ക്. വിമാനത്തിൽ നിന്ന് താഴേക്ക് പടികൾ ഇറങ്ങുമ്പോൾ തൊട്ടു പിന്നാലെ ആ ചെറുപ്പക്കാരനും ഉണ്ടായിരുന്നു. വെയിൽ മങ്ങിക്കഴിഞ്ഞിരുന്നു. അന്തരീക്ഷത്തിൽ നേരിയ തണുപ്പ്. മറ്റ് യാത്രക്കാരോടൊപ്പം അവൾ അറൈവൽ റൗഞ്ചിലെത്തി. ലഗേജിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ അയാൾ അവളുടെ അടുത്തെത്തി. ഹലോ. നുണക്കുഴികൾ കാട്ടി അയാൾ ചിരിച്ചു. ഹലോ. അവളും ചിരിച്ചു. യു ആർ ഫ്രം കേരള? അതെ. സോ മൈ ഗസ് വാസ് റൈറ്റ്. ഐ ക്യാൻ ഈസിലി റെക്കഗ്നൈസ് കേരള ബ്യൂട്ടി, അയാൾ പറഞ്ഞു. അത് ഒരു പ്രശംസയായിട്ട് മാത്രമേ അവൾക്ക് തോന്നിയുള്ളൂ. കേരളത്തിൽ നിന്ന് വരുന്ന ഫ്ലൈറ്റിൽ മിക്കവരും കേരളത്തിൽ നിന്നുള്ളവരായിരിക്കുമെന്ന് ആർക്കാണ് ഊഹിക്കാൻ കഴിയാത്തത്? ആപ്കി ശുഭ്ന? അയാൾ ചോദിച്ചു. ഷർമിള ദീപക്. ദീപക്, യുവർ ഹസ്ബൻഡ്? സംശയത്തോടെ അയാൾ തിരക്കി. യെസ്, ഐ ആം മാരീഡ്. ഓ, ദിസ് ടൈം മൈ ഗസ് പ്രൂവ്ഡ് റോങ്. അവൾ അറിയാതെ ചിരിച്ചുപോയി. അത് കണ്ട് അയാളും ചിരിച്ചു. ഐ ആം അനുരാഗ് താക്കൂർ ഫ്രം പാറ്റ്ന. അവൾ മെല്ലെ തലകുലുക്കി. ഫസ്റ്റ് ടൈം ഇൻ ദില്ലി? അയാൾ ചോദിച്ചു. അതെ. ടൂറിസ്റ്റ്? നോ, ടു അറ്റൻഡ് എ കോൺഫറൻസ്, അവൾ പറഞ്ഞു. ഹോട്ടൽ സെന്റൂർ? യെസ്. അയാളുടെ കണ്ണുകളിൽ ഒരു മിന്നൽ തെളിഞ്ഞു പാഞ്ഞു. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഹിൽസൈഡ് ടൂറിസം? ആശ്ചര്യത്തോടെ അനുരാഗ് ചോദിച്ചു. യെസ്, ഐ ഓൾസോ കെയിം ടു അറ്റൻഡ് ദിസ് കോൺഫറൻസ്. ഐ ആം ഫ്രണ്ട് ഓഫീസ് മാനേജർ അറ്റ് ഷെറാട്ടൺ, മുംബൈ. ഗ്ലാഡ് ടു മീറ്റ് യു. അവൾക്ക് കൈനീട്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. സൗഹൃദത്തിന്റെ ഇളം ചൂടുള്ള മൃദുവായ വിരലുകളായിരുന്നു അനുരാഗ് താക്കൂറിന്റേത്. വേർ ആർ യു വർക്കിംഗ്? അവളുടെ കൈവിടാതെ അയാൾ ചോദിച്ചു. അവൾ കമ്പനിയുടെ പേര് പറഞ്ഞു. കൊച്ചിയിൽ ഞാൻ വന്നിട്ടുണ്ട് 2 times. ഇന്ന് 3 years ബിഫോർ. മൈ ഡെസ്റ്റിനേഷൻ വാസ് മൂന്നാർ. മൈ സെക്കൻഡ് ട്രിപ്പ് വാസ് ടു കോവലം. കേരള ഈസ് എ ലവ്ലി സ്റ്റേറ്റ്. ലഷ് ഗ്രീനറി, ലേക്സ്, ഹിൽസ് ആൻഡ് ഓഫ് കോഴ്സ് ബ്യൂട്ടിഫുൾ വിമൻ. താങ്ക്സ്, അവൾ പറഞ്ഞു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലഗേജ് വന്നു. 2 പേരും ഒന്നിച്ചാണ് അറൈവൽ ലോഞ്ചിൽ നിന്ന് വെളിയിൽ ഇറങ്ങിയത്. ആ ഫ്ലൈറ്റിൽ വന്ന 3 പേരെ സ്വീകരിക്കാനായി പേരുകൾ എഴുതിയ പ്ലക്കാർഡുമായി 2 പേർ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഷർമിള ദീപക്, ലീല അഗർവാൾ, അനുരാഗ് താക്കൂർ. ലീല അഗർവാൾ വെളുത്ത് തടിച്ച ഒരു മധ്യവയസ്കയായിരുന്നു. പാൻസും ടീഷർട്ടും അതിന്റെ മീതെ കറുത്ത ഓവർകോട്ടുമായിരുന്നു അവരുടെ വേഷം. കാത്തുനിന്ന ചെറുപ്പക്കാർ അവരുടെ ലഗേജ് വാങ്ങി. ട്രോളി ബാഗായിരുന്നു രശ്മിയുടേത്. അവർ അത് തന്നെ പിടിച്ചു. 3 പേർക്കും കൂടി പോകാൻ ഒരു കാർ വന്നു നിന്നു. അനുരാഗ് താക്കൂർ ഡ്രൈവറോടൊപ്പം മുൻസീറ്റിൽ കയറി. ലീല അഗർവാളും ഷർമിളയും ബാക്ക് സീറ്റിലും. ജയ്പൂരിലെ ഒരു പാലസ് ഹോട്ടലിലെ ഹൗസ് കീപ്പിംഗ് മാനേജറായിരുന്നു ലീല അഗർവാൾ. പരിചയപ്പെട്ടപ്പോൾ തന്നെ ഛോട്ടാ ബഹൻ എന്ന രീതിയിൽ അവളോട് വാത്സല്യത്തോടെ അവർ സംസാരിക്കാൻ തുടങ്ങി. ഡ്രൈവറോട് എന്തൊക്കെയോ അനുരാഗ് ചോദിക്കുന്നുണ്ടായിരുന്നെങ്കിലും അയാൾ ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞ് പിന്നിലേക്ക് നോക്കുന്നത് ഷർമിള കാണാതിരുന്നില്ല. ഹോട്ടലിന്റെ പോർട്ടിൽ ചെന്ന് കാർ നിന്നു. 3 പേരും ഇറങ്ങി. ബെൽബോയ്സ് വന്ന് അവരുടെ ലഗേജ് എടുത്തു. ഹോട്ടലിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു കോൺഫറൻസിന്റെ ഓഫീസ്. സുന്ദരികളായ 2 പെൺകുട്ടികളാണ് അവിടെ ഉണ്ടായിരുന്നത്.
ഷർമിളയുടെ രജിസ്ട്രേഷനാണ് ആദ്യം നടന്നത്. ഒരു പെൺകുട്ടി കൊടുത്ത പ്രിന്റ് ചെയ്ത ഫോം അവൾ പേരും മറ്റ് വിവരങ്ങളും പൂരിപ്പിച്ച് തിരികെ ഏൽപ്പിച്ചു. ഉടൻ തന്നെ അവളുടെ ഫോട്ടോയും പേരും പ്രിന്റ് ചെയ്ത ഒരു ഡെലിഗേറ്റ് ബാഡ്ജും മനോഹരമായ ഷോൾഡർ ബാഗും കിട്ടി. ബാഗിനുള്ളിൽ 3 ദിവസത്തെ പ്രോഗ്രാമിന്റെ ബ്രോഷറുകൾ, പേന, റൈറ്റിംഗ് പാഡ്, ടൂർ പ്രോഗ്രാം, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ കൂപ്പണുകൾ എന്നിവ ഉണ്ടായിരുന്നു. മാഡം, യുവർ റൂം നമ്പർ ഈസ് 364, 3rd ഫ്ലോർ. 2 പേർ ഷെയർ ചെയ്യുന്ന ഡബിൾ റൂമാണെന്ന് റൂംമേറ്റ് മിസ് പിങ്കി പാണ്ഡെ നേരത്തെ എത്തിയിട്ടുണ്ടെന്നും അവൾ അല്പസമയം മുമ്പ് എന്തോ ആവശ്യത്തിന് പുറത്തേക്ക് പോയെന്നും റിസപ്ഷനിൽ ചാവിയുണ്ടെന്നും പാതി ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരു പെൺകുട്ടി ഷർമിളയോട് പറഞ്ഞു. അനുരാഗിനോടും ലീല അഗർവാളിനോടും അനുവാദം ചോദിച്ചിട്ട് അവൾ 3ാമത്തെ നിലയിലെ അവളുടെ മുറിയിലേക്ക് പോയി. അതിമനോഹരമായി ഫർണിഷ് ചെയ്ത വിശാലമായൊരു മുറിയായിരുന്നു അത്. പിങ്കി പാണ്ഡെയുടെ സ്യൂട്ട് കേസും ബാഗും സൈഡ് ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഷർമിള അപ്പോൾ തന്നെ മൊബൈൽ എടുത്ത് ദീപക്കിനെ വിളിച്ചു. ദീപക്, ഞാൻ ഹോട്ടലിലെത്തി, റൂമിൽ വന്നതേയുള്ളൂ, അവൾ പറഞ്ഞു. ഏത് ഹോട്ടലാണ്? സെന്റൂർ. ഹോട്ടലിന്റെ ഫോൺ നമ്പർ ഞാൻ SMS ചെയ്യാം. എന്തെങ്കിലും എമർജൻസി ഉണ്ടായാൽ നിനക്ക് ഹോട്ടലിലേക്ക് വിളിക്കാമല്ലോ. കോൺഫറൻസ് സമയത്ത് എൻ്റെ മൊബൈൽ സൈലന്റ് ആയിരിക്കും. നിനക്ക് ക്ഷീണമൊന്നുമില്ലല്ലോ? ഇല്ല, ഐ ആം ഫൈൻ. കോൺഫറൻസ് എപ്പോഴാണ് തുടങ്ങുന്നത്? നാളെ രാവിലെ 10-ന്. മൊത്തം എത്ര പേരുണ്ട്? 50. ലിസ്റ്റും കോൺടാക്ട് നമ്പറും തന്നിട്ടുണ്ട്. പീപ്പിൾ ഫ്രം എവറി സ്റ്റേറ്റ്. ഒരു പിങ്കി പാണ്ഡെയാണ് എൻ്റെ റൂംമേറ്റ്. കക്ഷി എന്നേക്കാൾ നേരത്തെ വന്നെങ്കിലും ഇതുവരെ ആളിനെ കണ്ടില്ല. പുറത്തേക്ക് പോയിരിക്കുകയാണ്. പിങ്കി പാണ്ഡെ. ആൾ സുന്ദരിയായിരിക്കും. ആയാൽ തന്നെ നിനക്കെന്താ? കളിയാക്കി അവൾ ചോദിച്ചു. എനിക്കെന്താ? ഒന്നുമില്ല, വെറുതെ പറഞ്ഞതേയുള്ളൂ. നോക്കട്ടെ, പറ്റിയാൽ അവളുടെ ഒരു പിക്ചർ എടുത്ത് നിനക്ക് വാട്സപ്പിൽ അയച്ചു തരാം. സുന്ദരന്മാർ ആരുമില്ലേ? എൻ്റെ ഫ്ലൈറ്റിൽ മുംബൈയിൽ നിന്ന് ഒരു അനുരാഗ് താക്കൂർ. ആളൊരു സുന്ദരനാണ്. വേറെയും കാണും. ഹാവ് എ നൈസ് ടൈം. രാത്രിയിൽ വിളിക്കാം. ഞാനിപ്പോൾ തേവേരയിലേക്ക് പോവാണ്. ഒരു കസ്റ്റമറെ കാണണം. പ്രേമി വിളിച്ചോ? അവൾ ചോദിച്ചു. ഇല്ല. ഡോണ്ട് റിവീൽ എനിത്തിങ്. നോ, ഡോണ്ട് വെറി. ബൈ ബൈ. ഷർമിള ഇളം ചൂട് വെള്ളത്തിലൊന്ന് മേൽകഴുകി ബാഗ് തുറന്ന് പൈജാമയും ടോപ്പും എടുത്തു ധരിച്ചു. അപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു കോള് വന്നത്. എടുത്തു നോക്കിയപ്പോൾ ഒട്ടും പരിചയമില്ലാത്ത നമ്പർ. ഹലോ. അവൾ കോളെടുത്തു. ഷർമിള? ഒരു പുരുഷസ്വരം ചോദിച്ചു. യെസ്, ഐ ആം അനുരാഗ്. ഓ, ഹൗ ഡിഡ് യു ഗെറ്റ് മൈ നമ്പർ? അവൾ അത്ഭുതം കൂറി. യു ഹാവ് ഇൻ ഓപ്പൺ ദ വെൽക്കം കിറ്റ്? നോ. എല്ലാ ഡെലിഗേറ്റ്സിൻ്റെയും അഡ്രസ്സും ഫോൺ നമ്പറും അതിലുണ്ട്, എലോങ് വിത്ത് എ ഫോട്ടോഗ്രാഫ്. ദാറ്റ്സ് ഹെൽപ്ഫുൾ. എൻ്റെ റൂംമേറ്റ് ആകാശ് കുൽക്കർണിയാണ്. ഹി വിൽ അറൈവ് ഓൺലി ടുമോറോ മോർണിംഗ്. സോ ഐ ആം അലോൺ ദിസ് നൈറ്റ്. എൻ്റെ റൂംമേറ്റ് പിങ്കി പാണ്ഡെ പുറത്തു പോയിരിക്കുന്നു. എപ്പോൾ വരുമെന്നറിയില്ല. ദെൻ വി വിൽ ഗോ ഫോർ എ ഡിന്നർ ടുഗദർ. ഐ ആം ഇൻ 4th ഫ്ലോർ. ഐ വിൽ കോൾ യു. ഓക്കെ. ഷർമിള കോൾ കട്ട് ചെയ്തു. അവൾ മൊബൈലിൽ സമയം നോക്കി. 5:30. പ്രേമി കുര്യൻ അപ്പോഴും അവളുടെ കമ്പ്യൂട്ടറിന്റെ മുമ്പിലായിരുന്നു. ഡേസി അപ്പോൾ ഒരു കപ്പ് ബ്ലാക്ക് കോഫിയുമായി അവളുടെ അടുത്തേക്ക് വന്നു. ഓഫീസ് ഗേളാണ് ഡേസി. 22 വയസ്സുള്ള കറുത്തു മലഞ്ഞൊരു പെൺകുട്ടി. രാവിലെ അവൾ വന്നിട്ടാണ് ഓഫീസ് തുറക്കുന്നത്. വൈകുന്നേരം ഓഫീസ് അടിച്ചിട്ടാണ് അവൾ പോകുന്നത്. തോപ്പുംപടിയിലാണ് അവളുടെ വീട്. എന്താ മാഡം, തലവേദനയുണ്ടോ? കാപ്പി കൊടുക്കുമ്പോൾ ഡേസി ചോദിച്ചു. എൻ്റെ കയ്യിൽ ടാബ്ലറ്റ് ഉണ്ട്, കൊണ്ടുവരട്ടെ? വേണ്ട ഡേസി, എൻ്റെ ബാഗിലുണ്ട്, പ്രേമി പറഞ്ഞു. സകല സമയവും ഈ കമ്പ്യൂട്ടറിൽ നോക്കിക്കൊണ്ടിരുന്ന തലവേദന വന്നില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. പ്രേമി ഒരു വിളറി ചിരിച്ചിരിച്ചു. എപ്പോഴാ മാഡം പോകുന്നേ? 6 മണിയാകും. കുറച്ച് ജോലി ബാക്കിയുണ്ട്. ഞാൻ ചോദിച്ചെന്നേയുള്ളൂ. ഡേസി പോയി. പ്രേമി ഹാൻഡ് ബാഗിൽ നിന്നൊരു പാരസിറ്റമോൾ ടാബ്ലറ്റ് എടുത്തു കഴിച്ചു. 6 മണിക്ക് മുമ്പേ അവൾ അന്നത്തെ ജോലികൾ തീർത്തു. അപ്പോഴാണ് ഷർമിളയെ വിളിച്ചില്ലല്ലോ എന്ന് അവൾക്ക് ഓർമ്മ വന്നത്. അവൾ മൊബൈലെടുത്ത് ഷർമിളയെ വിളിച്ചു. പ്രേമി. ഉടൻ ഷർമിള കോൾ എടുത്തു. നീ ഇപ്പം എവിടെയാണ്? ഡൽഹിയിലെത്തി. ഹോട്ടലിലാണ്. ഹൗ വാസ് ദ ജേണി? സുഖമായിരുന്നു. ഫ്ലൈറ്റ് വാസ് ഇൻ ടൈം. രാത്രിയിൽ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു ഞാൻ ഇപ്പോഴും ഓഫീസിലാ. നീ ദീപകിനെ വിളിച്ചോ? ഷർമിള തിരക്കി. ഇല്ല, സമയം കിട്ടിയില്ല. ഫ്ലാറ്റിലിരുന്നാൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. അതുകൊണ്ടാ ഞാൻ. ഓഫീസിലിപ്പോൾ ടൈറ്റ് വർക്കുള്ള സമയമാ. അതുകൊണ്ട് രക്ഷപ്പെട്ടു. എന്നിട്ടും ഹെറോൾഡ്. നീ അത് വിട്ടുകള പ്രേമി. അയാൾക്ക് നിന്നെ വേണ്ടെങ്കിൽ നീ എന്തിനാ അതോർത്ത് മനസ്സിരിക്കുന്നേ? ഷർമിള ചോദിച്ചു. നിനക്കങ്ങനെ പറയാം. ദീപക് നിന്നെ വിട്ട് വേറൊരുത്തിയുടെ കൂടെ ജീവിക്കാൻ പോയാലേ നിനക്കതിൻ്റെ പെയിൻ മനസ്സിലാവത്തുള്ളൂ.
ഷർമിള മിണ്ടിയില്ല. ഹാരിയെ ദീപക് വിളിച്ചോ? വിളിച്ചെന്നാ തോന്നുന്നേ. കിട്ടിയില്ലെന്ന് പറഞ്ഞു. അവൾ പറയുന്നത് സത്യമല്ലെന്ന് ആ നിമിഷം പ്രേമിക്ക് മനസ്സിലായി. ഷർമി എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. ദീപകിനോട് ചോദിച്ചാലും അയാൾ സത്യം പറയാൻ സാധ്യതയില്ല. പക്ഷേ നേരിട്ട് മുഖത്ത് നോക്കി ചോദിച്ചാൽ ഒരു പക്ഷേ. ഓക്കെ ഷർമി, നാളെ വിളിക്കാം. അവൾ കോള് കട്ട് ചെയ്തു. 6 മണി. പ്രേമി മൊബൈൽ എടുത്ത് ഹാൻഡ് ബാഗിൽ വെച്ചു. കമ്പ്യൂട്ടർ ഷട്ട് ഡൗൺ ചെയ്തിട്ട് അവൾ എഴുന്നേറ്റു. കാർത്തി പോയി കഴിഞ്ഞിരുന്നു. വിവേക് അപ്പോഴും സീറ്റിലുണ്ടായിരുന്നു. താഴെ വന്ന് കാറിൽ കയറി ഇരുന്നിട്ട് അവൾ മൊബൈൽ എടുത്ത് ദീപകിനെ വിളിച്ചു. ഹലോ പ്രേമി. അയാളുടെ പ്രസന്നമായ സ്വരം വന്നു. വേറെ അറിയൂ, ഞാനിപ്പോ ഡ്രൈവ് ചെയ്യുകയാണ്. ഗോയിങ് ടു ഇടപ്പള്ളി. ഫ്ലാറ്റിലേക്കാ? അതെ. ഫ്ലാറ്റിലേക്ക് ചെന്നാൽ ദീപകിനെ കാണാം. നേരിട്ട് ചോദിക്കാം. ചിലപ്പോൾ സത്യമറിയാം. പക്ഷേ എന്ത് കാരണം പറഞ്ഞ് അവിടേക്ക് ചെല്ലും? പെട്ടെന്നാണ് ഒരു ഓർമ്മ അവളുടെ സഹായത്തിനെത്തിയത്. കഴിഞ്ഞ മാസം ഷർമി എന്റെ കയ്യിൽ നിന്ന് ഒരു പെൻഡ്രൈവ് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു. ഗസലിന്റെ. പങ്കജുദാസ്? ഗുലാമലി? അതെ. ഞാൻ വന്നാൽ അതൊന്ന് എടുത്തു തരാമോ? രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല ദീപക്. മുമ്പൊക്കെ ഗസൽ കേട്ടാണ് ഞാൻ ഉറങ്ങിയിരുന്നത്. ഇപ്പോൾ ഹാരിയാണ് എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കിയത്. നാളെ ഞാനത് ഓഫീസിൽ കൊണ്ടുവന്ന് തരാം. പോരെ? അയാൾ ചോദിച്ചു. ഇന്ന് തന്നെ അത് കിട്ടിയാൽ കൊള്ളാം. ഞാൻ അങ്ങോട്ട് വരാം ദീപക്. അതൊന്ന് എടുത്തു വെച്ചിരുന്നാൽ മതി. ഞാനത് അവളുടെ ലാപ്പിൽ കോപ്പി ചെയ്ത് വെച്ചിട്ടുണ്ട്. പ്രേമി വരൂ, തരാം. ഉടൻ തന്നെ അവൾ കാർ സ്റ്റാർട്ട് ചെയ്തു. ഇടപ്പള്ളിയിൽ ചെന്നിട്ട് ബൈപ്പാസ് വഴി തിരിച്ചു പോരാം. പെൻഡ്രൈവ് കിട്ടുക എന്നതല്ല പ്രധാനം. ട്രാഫിക് അവളെ അധികം ബുദ്ധിമുട്ടിച്ചില്ല. പ്രതീക്ഷിച്ച സമയത്ത് തന്നെ ഷർമിളയുടെ സിൽവർ സ്റ്റോൺ അപ്പാർട്ട്മെന്റ്സിൽ അവൾ എത്തി. ബെല്ലടിച്ചപ്പോൾ തന്നെ ദീപക് വന്ന് ഡോർ തുറന്നു. ഓഫീസിൽ നിന്ന് വന്ന വേഷത്തിലായിരുന്നു അയാൾ. പ്രേമി ഇരിക്കൂ. അവൾ ഡ്രോയിങ് റൂമിലെ സെറ്റിയിലിരുന്നു. കുറച്ചു മുമ്പ് ഞാൻ ഷർമിളയെ വിളിച്ചിരുന്നു, അവൾ പറഞ്ഞു. അവൾ എന്നെയും വിളിച്ചിരുന്നു. രണ്ടുപേരും അല്പനേരം നിശബ്ദരായിരുന്നു. ദീപക് അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി. 2-3 ദിവസം കൊണ്ട് അവൾ വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. കണ്ണുകളുടെ തിളക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. പാടിപ്പോയിരിക്കുന്നു മുഖം. ചുണ്ടുകൾ പുഞ്ചിരി മറന്നിരിക്കുന്നു. ഹാരിയെ വിളിച്ചോ ദീപക്? പെട്ടെന്ന് അവൾ ചോദിച്ചു. 2-3 തവണ വിളിച്ചു. പക്ഷേ സ്വിച്ച് ഓഫ് ആയിരുന്നു. പിന്നെ ട്രൈ ചെയ്തില്ല. ഐ നീഡ് ടു നോ, വൈ ഡിഡ് ഹി ലെഫ്റ്റ് മീ? എന്തിന്? എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത്? ഹൗ കുഡ് ഹി? പ്രേമിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ പെൻഡ്രൈവ് എടുത്തുകൊണ്ടുവരാം. ദീപക് പെട്ടെന്ന് എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി. അയാൾക്ക് എന്തൊക്കെയോ അറിയാമെന്ന് അവൾക്കപ്പോൾ തോന്നി. എല്ലാം മറച്ചു പിടിക്കുകയാണ്. ഹാരിയെ ദീപക് വിളിച്ചു കാണും. അവർ തമ്മിൽ സംസാരിച്ചു കാണും. ദീപകിന്റെ മൊബൈൽ സെറ്റിലിരിക്കുന്നത് അപ്പോഴാണ് അവൾ ശ്രദ്ധിച്ചത്. കോൾ ഹിസ്റ്ററി നോക്കി. ഒരു പക്ഷേ. പെട്ടെന്ന് പെൻഡ്രൈവുമായി ദീപക് വന്നു. അവൾ അത് വാങ്ങി ബാഗിൽ വെച്ചു. ദീപക്, എനിക്കൊരു കോഫി ഉണ്ടാക്കി തരാമോ? അവൾ പെട്ടെന്ന് ചോദിച്ചു. പ്രേമി ഇരിക്കൂ. അയാൾ കിച്ചണിലേക്ക് പോയി. അവൾ പെട്ടെന്ന് കൈനീട്ടി ദീപകിന്റെ മൊബൈൽ എടുത്തു. തിടുക്കത്തിൽ മെനു ഓപ്പൺ ചെയ്ത് അവൾ കോൾ ഹിസ്റ്ററി താഴേക്ക് നോക്കി. ഹാരോൾഡിനെ വിളിച്ചിട്ട് കോൾ കിട്ടിയോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. പെട്ടെന്നാണ് അവൾ അത് കണ്ടുപിടിച്ചത്. 3 ദിവസം മുമ്പ് രാത്രി 7:40 ഒരു ഇൻകമിംഗ് കോൾ വന്നിരിക്കുന്നു. ഹാരോൾഡ് ന്യൂ എന്ന കോണ്ടാക്റ്റിൽ നിന്ന്. ഹാരി പുതിയ നമ്പറിൽ നിന്ന് ദീപകിനെ വിളിച്ചിരിക്കുന്നു. പ്രേമി ആ പുതിയ നമ്പർ അവളുടെ മൊബൈലിൽ സേവ് ചെയ്തു. ഇന്നറിയാം. പ്രേമി മുഖമുയർത്തി നോക്കി. ഡ്രോയിങ് റൂമിലെ ആ സെറ്റിലിരുന്നാൽ കിച്ചണിൽ കാപ്പി ഉണ്ടാക്കുന്ന ദീപകിനെ കാണാൻ പറ്റുന്നുണ്ട്. അയാൾ സ്റ്റൗവിന് അഭിമുഖമായി പുറംതിരിഞ്ഞു നിൽക്കുകയാണ്. എന്തിനായിരിക്കും ദീപകിനെ ഹരോൾഡ് വിളിച്ചത്? എന്തായിരിക്കും ഹാരി പറഞ്ഞത്? പെട്ടെന്നാണ് പ്രേമി ഒരു കാര്യം ഓർത്തത്. ദീപകിന്റെ മൊബൈലിൽ കോൾ റെക്കോർഡർ കാണും. ഹാരിയുടെ കോള് അത് റെക്കോർഡ് ചെയ്ത് കാണും. പ്ലേ ചെയ്താൽ അത് കേൾക്കാൻ പറ്റും. പക്ഷെ അതിനു മുമ്പ് കാപ്പിയുമായി ദീപക് വന്നാലോ? അപ്പോഴാണ് അവൾക്ക് വേറൊരു ബുദ്ധി തോന്നിയത്. അവൾ കൈനീട്ടി ദീപകിന്റെ മൊബൈൽ എടുത്തു. അവളുടെ വിരലുകൾ തിടുക്കത്തിൽ ചലിച്ചു. ഉവ്, കോൾ റെക്കോർഡർ ഉണ്ട്. റെക്കോർഡിംഗ് ലിസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്തപ്പോൾ ഹാരോൾഡ് ന്യൂ കിട്ടി. 8 മിനിറ്റ് 17 സെക്കൻഡാണ് സംസാരിച്ചിരിക്കുന്നത്. പ്രേമി വേഗം ആ റെക്കോർഡിംഗിൽ വിരലമർത്തി. ഷെയർ ഓപ്ഷൻ സെലക്ട് ചെയ്ത് വാട്സാപ്പ് എടുത്ത് കോണ്ടാക്ട് ലിസ്റ്റിൽ നിന്ന് പ്രേമി എന്ന പേരിലേക്ക് അവൾ അത് സെൻഡ് ചെയ്തു. തന്റെ മൊബൈലിൽ വോയിസ് മെസ്സേജ് വന്നതിന്റെ ബീപ് ശബ്ദം അവൾ കേട്ടു. ദീപകിന്റെ മൊബൈൽ സെറ്റിയിൽ വെച്ചിട്ട് ഒന്നും സംഭവിക്കാത്ത മട്ടിലിരുന്നു. പക്ഷേ അവരുടെ മനസ്സിലെ ആകാംക്ഷ അതിന്റെ ഉച്ചസ്ഥായിയിൽ പെരുക്കുകയായിരുന്നു. എന്തായിരിക്കും ഹാരി സംസാരിച്ചത്? വാട്സപ്പിലെ വോയിസ് മെസ്സേജ് പ്ലേ ചെയ്താൽ അത് കേൾക്കാം. ദീപക് 2 കപ്പ് കാപ്പിയുമായി വന്നു. ഒന്നയാൾ അവളുടെ കൈനേർക്ക് നീട്ടി. അവൾ അത് വാങ്ങി. താങ്ക്സ്.
കാപ്പി അവൾ അല്പമൊന്ന് കുടിച്ചു. നല്ല കടുപ്പം. അവൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത്ര നല്ല കാപ്പി ഉണ്ടാക്കാൻ എനിക്കിതുവരെ കഴിഞ്ഞിട്ടില്ല, അവൾ പറഞ്ഞു. ഞാനത്ര വലിയ കുക്കൊന്നുമല്ല, അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണ്. അയാൾ ചിരിച്ചു. ചിരിക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല. എത്രയും വേഗം ഫ്ലാറ്റിലെത്തണം, എന്നിട്ട് വാതിലടച്ചിരുന്നിട്ട് അത് കേൾക്കണം. ഷെർമി അടുത്ത മൺഡേ വരും അല്ലേ? പ്രേമി ചോദിച്ചു. അതെ, മാരേജിനു ശേഷം ആദ്യമായിട്ടാണ്. ഒരു ദിവസം പോലും ഞങ്ങളിതുവരെ വിട്ടുനിന്നിട്ടില്ല. ഞാനൊന്നും ഒറ്റയ്ക്കല്ലേ, അതുകൊണ്ട് ലോൺലിനെസ്സുമായി ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സെപ്പറേഷന്റെ ഒരു വേദന അറിഞ്ഞത് ഹാരി മുംബൈയിലേക്ക് പോയപ്പോഴാണ്. ആദ്യ ദിവസങ്ങളിലെന്നും അവൻ വിളിക്കുമായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് നിന്നു. ഒരു നിമിഷത്തെ നിശബ്ദത. അവൾ കാപ്പി അല്പം കുടിച്ചു. ദീപക്കിന് ഒരു സിഗരറ്റ് വലിക്കണമെന്ന് തോന്നി. രാത്രിയിൽ ഉറങ്ങും മുമ്പ് അത് പതിവാണ്. പക്ഷെ ഇന്ന്... എക്സ്ക്യൂസ് മീ. കാപ്പിക്കപ്പ് ടീപ്പോയ്മേൽ വെച്ചിട്ട് അയാൾ ചെന്ന് സിഗരറ്റ് പാക്കറ്റും ലൈറ്ററും എടുത്തുകൊണ്ട് വന്നു. ഇഫ് യു ഡോണ്ട് മൈൻഡ്. അയാൾ പ്രേമിയെ ഒന്ന് നോക്കി. ഫോർമാലിറ്റി ഒന്നും വേണ്ട. ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് അയാൾ അതിന്റെ അറ്റത്ത് തീ പിടിപ്പിച്ചു. ഫ്ളാറ്റിൽ വന്നാൽ ഹാരിയും സിഗരറ്റ് വലിക്കുമായിരുന്നു. അതിന്റെ നേർത്ത മണം അവൾക്ക് ഇഷ്ടമായിരുന്നു. എരിയുന്ന സിഗരറ്റിന്റെ ഗന്ധം മുറിയിൽ വില വ്യാപിക്കുന്നത് പ്രേമി അറിഞ്ഞു. ഞാനൊരു കാര്യം പറയട്ടെ? പെട്ടെന്ന് ദീപക് ചോദിച്ചു. എന്താണ്? ആശ്ചര്യത്തോടെ അവൾ അയാളെ നോക്കി. ഹരോൾഡ് പോയി. ഗോൺ ഫോർ എവർ ഫ്രം യുവർ ലൈഫ്. ആ ഫാക്ട് പ്രേമിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്നുണ്ടോ? നോ. ചിലപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞേക്കും. വെൻ ഐ ഗെറ്റ് ആൻസർ ടു ദി ക്വസ്റ്റ്യൻ വൈ ഡിഡ് ഹി ലീവ് മീ, അതിന്റെ റീസൺ അറിയാതെ നോ, നെവർ. പക്ഷെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആസ് എ ഫ്രണ്ട്, ഹരോൾഡുമായിട്ടുണ്ടായിരുന്ന അഫെയർ അതൊരു ക്ലോസ്ഡ് ചാപ്റ്ററായിട്ട് പ്രേമി കരുതണം. അവൾ ദീപകിന്റെ മുഖത്തേക്ക് ഉറ്റുനോക്കിയിരുന്നു. അയാളുടെ കൈവിരലുക്കിടയിൽ നിന്ന് സിഗരറ്റ് പുകഞ്ഞു. നമ്മളെ വേണ്ടാത്തയാളെ നമുക്കെന്തിനാ? ലെറ്റ് ഹിം ഗോ. നമ്മളായിട്ട് തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാ? കിട്ടിയാൽ തന്നെ ഇനി എന്ത് പ്രയോജനമാണ്? എനിക്കിനി അവന് വേണ്ട ദീപക്, അത് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഹീസ് എ ചീറ്റ്. ഐ ഹേറ്റ് ഹിം. എനിക്കിനി അവനെ സ്നേഹിക്കാൻ പറ്റില്ല. പക്ഷേ എനിക്കറിയാതെ പറ്റില്ല. വൈ ഡിഡ് ഹീ? പ്രേമി ഇരുന്ന് കിതച്ചു. ആ സംഭാഷണം അവിടെ അവസാനിപ്പിക്കുന്നതാണ് നല്ലതെന്ന് ദീപകിന് തോന്നി. എങ്ങും എത്തുകയില്ല. കാപ്പി മുഴുവൻ കുടിച്ചു തീർത്തിട്ട് അവൾ കപ്പ് തിരികെ വെച്ചു. പിന്നെ ഒരു നിമിഷം നിശബ്ദയായിരുന്നു. അവന് ഞാൻ എല്ലാം കൊടുത്തു, എന്റെ മനസ്സും ശരീരവും. അത്രയ്ക്കിഷ്ടമായിരുന്നു എനിക്കവനെ. എന്നിട്ടും അതാണ് ദീപക് എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. ഒരു തുണ്ട് കടലാസിൽ അവൻ എല്ലാം അവസാനിപ്പിച്ചിരിക്കുന്നു. അറ്റ്ലീസ്റ്റ് ഹി കുഡ് ഹാവ് ടോൾഡ് മീ ഓവർ ദ ഫോൺ. ലുക്ക് പ്രേമി, ഐ ഫീൽ വി ആർ നോട്ട് മെയ്ഡ് ഫോർ ഈച്ച് അതർ. അവൾക്ക് പിന്നെ മിണ്ടാൻ കഴിഞ്ഞില്ല. അവളുടെ കണ്ണുകൾ നനഞ്ഞു. പ്രേമിയെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അയാൾക്കറിയില്ലായിരുന്നു. കണ്ണുകൾ തുടച്ചിട്ട് അവൾ കൈത്തണ്ടയിലെ സ്വർണ്ണവാച്ചിൽ നോക്കി. 7:30. സോറി, ഐ സ്പോയിൽഡ് യുവർ ഈവനിങ്. എനിവേ, താങ്ക് യു ഫോർ ദ കോഫി. സെറ്റിയിൽ വെച്ചിരുന്ന ഹാൻഡ് ബാഗ് എടുത്ത് അവൾ പോകാനായി എഴുന്നേറ്റു. ദീപക്കും എഴുന്നേറ്റു. അയാൾ ചെന്ന് വാതിൽ തുറന്നു കൊടുത്തു. ഗുഡ് നൈറ്റ്, അവൾ പറഞ്ഞു. ഗുഡ് നൈറ്റ്. അവൾ അയാളെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. വെളിയിൽ ലൈറ്റുകൾ പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അവൾ ലിഫ്റ്റിന്റെ അടുത്തേക്ക് ചെന്നു. മുകളിലായിരുന്നു ലിഫ്റ്റ്. അവൾ ഡൗൺ ബട്ടണിൽ വിരലമർത്തിയിട്ട് കാത്തു നിന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ ലിഫ്റ്റ് വന്നു. ഒരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയും 2 വയസ്സുള്ള പെൺകുട്ടിയും അതിലുണ്ടായിരുന്നു. അവർ പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്ന് സംസാരം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. താഴെ വന്ന് കാറെടുത്ത് അവൾ ഹൈവേയിലേക്ക് ഡ്രൈവ് ചെയ്തു. ബാഗിലെ മൊബൈലിൽ ദീപക്കും ഹാരിയും തമ്മിൽ നടന്ന സംഭാഷണത്തിന്റെ റെക്കോർഡിംഗ് ഉണ്ട്. വേണമെങ്കിൽ ഹെഡ്സെറ്റ് വെച്ച് അത് കേൾക്കാം. പക്ഷേ ഡ്രൈവ് ചെയ്യുമ്പോൾ സംഭാഷണം പൂർണ്ണമായി ശ്രദ്ധിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഓരോ വാക്കും വിടാതെ കേൾക്കണം. എന്തെങ്കിലും ന്യായവാദങ്ങൾ അവൻ പറയാതിരിക്കില്ല. അത് താൻ അറിയാൻ പാടില്ലെന്ന് ദീപക് ആഗ്രഹിക്കുന്നുമുണ്ട്. ഒരുപക്ഷേ ഷെർമിയും അത് ആഗ്രഹിക്കുന്നു. അവളെല്ലാം അറിഞ്ഞു കാണാതിരിക്കില്ല. അവളും അക്കാര്യത്തിൽ നിശബ്ദത പാലിക്കുന്നതിന്റെ കാരണം അതാണ്. ബൈപ്പാസിലേക്ക് വണ്ടി കയറി. എവിടെയോ ബ്ലോക്ക്. വാഹനങ്ങൾ ഇഴഞ്ഞിഴഞ്ഞു നീങ്ങുന്നു. ഒടുവിലവൾ ഫ്ളാറ്റിലെത്തിയപ്പോൾ മണി 8:30. മുൻവാതിൽ ലോക്ക് ചെയ്തിട്ട് ബാഗിൽ നിന്നെടുത്ത മൊബൈലുമായി അവൾ സെറ്റിയിലേക്ക് ഇരുന്നു. ഹെഡ്സെറ്റ് കണക്ട് ചെയ്ത് മൊബൈലിൽ വാട്സാപ്പ് എടുത്ത് അവൾ ആ വോയിസ് മെസ്സേജ് കേൾക്കാൻ ആരംഭിച്ചു. ഹലോ, ദീപക് കോളെടുക്കുന്നു. ദീപക്, ഇത് ഞാനാണ്, ഹെറോൾഡ്. അയാളുടെ സ്വരം കേട്ടപ്പോൾ അറിയാതെ പ്രേമിയുടെ ശരീരത്തിലെ രോമകൂപങ്ങളൊന്നുണർന്നു. അവന്റെ സ്വരം പോലും കോരിത്തരിപ്പിക്കുന്നു. ഹെറോൾഡ്, വേർ ആർ യു? ദീപക് ചോദിക്കുന്നു. ഐ എം ഇൻ മുംബൈ. അവൾ കണ്ണുകളടച്ചിരുന്ന് അവരുടെ സംഭാഷണം കേട്ടു. സോറി, ഐ ഹാപ്പൻ ടു ഫൈൻഡ് എ മോർ സ്യൂട്ടബിൾ മാച്ച് ഫോർ മീ ഫ്രം മുംബൈ.
കരോലിൻ. ദാറ്റ്സ് എ നെയിം. കരോലിൻ. അപ്പോൾ അതാണ് കാര്യം. അവൾ ഷെറാട്ടണിൽ കോണ്ടിനെന്റൽ ഷെഫാണ്. എ വെരി നൈസ് ഗേൾ. ഇറ്റ് വാസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പ്രേമി, നിന്നെ ഞാൻ ആദ്യമായി കണ്ടത് എവിടെ വെച്ചാണെന്ന് അറിയാമോ? മെട്രോയിൽ ഞാൻ ഷൂ വാങ്ങാൻ വേണ്ടി വന്നപ്പോൾ നീ അവിടെ ഉണ്ടായിരുന്നു. നീ സെലക്ട് ചെയ്ത ചെരുപ്പിന്റെ സ്ട്രാറ്റ് കസേരയിൽ ഇരുന്നു കൊണ്ട് കാലുയർത്തി വെച്ച് കെട്ടിയായിരുന്നു നീ. ജീൻസും ബ്ലൂ ഡിസൈനുള്ള ഫുൾ സ്ലീവ് ലോങ് ടോപ്പുമായിരുന്നു നിന്റെ വേഷം. നിന്റെ മുടി കവളിലുരസി ഒരു വശത്തേക്ക് വീണ് കിടന്നിരുന്നു. നിന്റെ വടിവത്ത ശരീരവും ഭംഗിയുള്ള മുഖവും ഞാൻ ശ്രദ്ധിച്ചു. ഇറ്റ് വാസ് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പരിചയം പ്രണയമായി വളർന്ന ശേഷം ഒരു കോഫി ഷോപ്പിൽ വെച്ച് ഹരോൾഡ് താഴ്ന്ന സ്വരത്തെ പറഞ്ഞത് അവൾക്കപ്പോൾ ഓർമ്മ വന്നു. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. ചീറ്റ്. റിയൽ ചീറ്റ്. എന്റേത് ഒരു സെൽഫിഷ് ഡിസിഷനാണ്. ഞാൻ എന്റെ പ്രോസ്പെക്ടസ് മാത്രമേ നോക്കിയുള്ളൂ. ട്രൂ. അത് സത്യം. നെക്സ്റ്റ് മൺഡേ കരോലിൻ ആൻഡ് മീ ബിക്കം മാൻ ആൻഡ് വൈഫ്. നെഞ്ചിൽ ഒരു കത്തി കുത്തിയിറക്കുന്ന വേദന പെട്ടെന്ന് പ്രേമിക്ക് അനുഭവപ്പെട്ടു. അവൾ സെറ്റിയുടെ അടുത്ത് അള്ളിപ്പിടിച്ചിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് സിംഗപ്പൂരിലേക്ക് പോകുന്നത്. വി ആർ പ്ലാനിങ് ടു ഓപ്പൺ എ റെസ്റ്റോറൻറ്റ് ദെയർ. അവൾക്ക് അവിടെ 2-3 വെൽത്തി റിലേറ്റീവ്സ് ഉണ്ട്. അപ്പോ അതാണ് കാര്യം. എല്ലാം കൊണ്ട് കൂടുതൽ യോഗ്യതയാ ഒരു കൂട്ടുകാരി കിട്ടിയിരിക്കുന്നു. സ്നേഹത്തിന് എന്ത് വില? ഹരോൾഡ്, ഇറ്റ് ഈസ് നൺ ഓഫ് മൈ ബിസിനസ്. പക്ഷെ നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. ദീപക് തനിക്ക് വേണ്ടി വാദിക്കുന്നത് പ്രേമി കേട്ടു. ഐ എം നോട്ട് എ ഫസ്റ്റ് ലവർ. അതിനു മുമ്പും ഉണ്ടായിരുന്നു അവളുടെ ലൈഫിൽ 2-3 പുരുഷന്മാർ. ഞാൻ പോയാൽ വേറൊരാളെ അവൾ കണ്ടുപിടിക്കും. സോ സിമ്പിൾ. ഹരോൾഡ് പകരം പറഞ്ഞ ന്യായീകരണം കേട്ടി പ്രേമി ഞെട്ടി. 2-3 പുരുഷന്മാർ. യു സൺ ഓഫ് എ ബീച്ച്. ഹൗ ഡെയർ യു? ഹെഡ്സെറ്റ് ചെവിയിൽ നിന്ന് വലിച്ചൂരിയെടുത്ത് അവൾ എറിഞ്ഞു. കോപം സഹിക്കാൻ വയ്യാതെ അവൾ കാല് നീട്ടി സോഫയിൽ ആഞ്ഞു തൊഴിച്ചു. അവൻ അങ്ങനെ മിടുക്കനാകണ്ട. അതിന് ഞാൻ സമ്മതിക്കില്ല. എന്നെ വെറും വിഡ്ഢിയാക്കിയിട്ട്. നോ, ഐ വോണ്ട് ലീവ് യു. ഐ വോണ്ട് ലെറ്റ് ഹിം ഗോ. പ്രേമി ഒരുപാട് നേരം സെറ്റിയിൽ തന്നെ കിടന്ന് കരഞ്ഞു. ഇതേ സെറ്റിയിൽ ഹാരിയുമൊത്ത് കിടന്നിട്ടുണ്ടെന്ന് അവൾക്കപ്പോൾ ഓർമ്മ വന്നു. പലതവണ. ബെഡിനേക്കാൾ അവനിഷ്ടം സെറ്റിയാണെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ട്. പെട്ടെന്ന് അവൾ എഴുന്നേറ്റിരുന്നു. ഹാരിയുടെ നമ്പർ കിട്ടിയിട്ടുണ്ട്. അവൻ എന്താണ് പറയാനുള്ളതെന്ന് അറിയണം. സ്വന്തം നമ്പറിൽ നിന്ന് വിളിച്ച ചിലപ്പോൾ അവൻ കോൾ എടുത്തെന്ന് വരില്ല. സാധാരണ ഉപയോഗിക്കാറില്ലാത്തൊരു പഴയ സിം കാർഡുണ്ട്. അതിൽ ബാലൻസ് ഉണ്ടെങ്കിൽ രക്ഷപ്പെട്ടു. ആ നമ്പർ അവൻ അറിയില്ല. പഴയ ഹാൻഡ് ബാഗിൽ നിന്ന് അവൾ സിം കാർഡ് തപ്പിയെടുത്തു. പഴയ ഹാൻഡ്സെറ്റ് ചാർജ് ചെയ്യാനിട്ട് അതിൽ പഴയ സിം കാർഡ് ഉപയോഗിച്ച് അവൾ ഹെറോൾഡിന്റെ പുതിയ നമ്പറിൽ വിളിച്ചു. ബെല്ല് കേട്ടു. ഭാഗ്യം, ബാലൻസ് ഇട്ട്. ഹലോ. 1-2 ബെല്ലടിച്ചു കഴിഞ്ഞപ്പോൾ കോൾ എടുക്കപ്പെട്ടു. ഹാരിയുടെ സ്വരം വന്നു. പശ്ചാത്തലത്തിലുള്ള സംഭാഷണങ്ങളും നേർത്ത പാശ്ചാത്യ സംഗീതവും കേട്ടപ്പോൾ അയാൾ ഇത് ഹോട്ടലിലെ ഡൈനിങ് ഹാളിലാണെന്ന് അവൾക്ക് മനസ്സിലായി. മിസ്റ്റർ ഹെറോൾഡ്? കഴിയുന്നത്ര സ്വരം മാറ്റി അവൾ ചോദിച്ചു. യെസ്. സോറി, ഹൂ ഈസ് ദിസ്? അവന്റെ ചോദ്യം വന്നു. യുവർ എക്സ് ഗേൾഫ്രണ്ട്, അവൾ പറഞ്ഞു. പെട്ടെന്ന് നിശബ്ദത. അവന് കൺഫ്യൂഷൻ ഉണ്ടായി കാണുമെന്ന് അവൾക്ക് തോന്നി. മനസ്സിലായില്ല അല്ലേ? നിനക്കൊരുപാട് എക്സ് ഗേൾഫ്രണ്ട്സ് കാണുമല്ലോ. അതിൽ ലാസ്റ്റ് വൺ. നോ, ലാസ്റ്റ് ബട്ട് വൺ ഗേൾഫ്രണ്ട്. നിന്റെ അടുത്ത എക്സ് ഗേൾഫ്രണ്ട് ആകാൻ പോകുന്നത് പുതിയ സുന്ദരി കരോലിനായിരിക്കുമല്ലോ. പ്രേമി? വിശ്വാസം വരാതെ അവൻ വിളിച്ചു. പേര് മറന്നിട്ടില്ല അല്ലേ? നിനക്കാരാണ് എന്റെ നമ്പർ തന്നത്? ദീപക്കാണോ? ആരെങ്കിലും ആകട്ടെ, നീ എന്താ പറഞ്ഞത്? യു ആർ നോട്ട് മൈ ഫസ്റ്റ് ലവർ. നീ പോയ ഞാൻ വേറൊരാളെ കണ്ടുപിടിക്കും. പ്രേമി, ഒരു ആർഗ്യുമെന്റിന് ഞാൻ തയ്യാറില്ല. ഐ എം നോട്ട് ഫ്രീ നൗ. മാന്യമായിട്ട് ഞാൻ ഗുഡ് ബൈ പറഞ്ഞു. യു പ്ലീസ് ലീവ് മീ അലോൺ. നമുക്ക് 2 വഴി. പ്ലീസ് ഡോണ്ട് ഡിസ്റ്റർബ് മീ അഗെയിൻ. പെട്ടെന്ന് കോൾ കട്ടായി. അവൾ ആ നമ്പറിൽ വീണ്ടും വിളിച്ചു. അപ്പോഴേക്ക് ഹെറോൾഡ് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്തു കഴിഞ്ഞിരുന്നു. നോ, ഐ വിൽ നോട്ട് ലീവ് ഹിം അലോൺ. ജീവിതകാലം മുഴുവൻ അവന് ദുഃഖിക്കേണ്ടി വരും. അവൻ പശ്ചാത്തപിക്കേണ്ടി വരും. കുറ്റബോധം കൊണ്ട് അവൻ നീറി പുകയേണ്ടി വരും. പ്രേമി എഴുന്നേറ്റ് ബെഡ്റൂമിലേക്ക് പോയി. 2 മണിക്കൂറോളം നീണ്ടുനിന്ന ഡിന്നറായിരുന്നു അത്. റെസ്റ്റോറന്റിലെ അരണ്ട വെളിച്ചത്തിൽ 4 പേർക്കുള്ള ടേബിളിന് ചുറ്റുമായി ഷർമിളയും അനുരാഗ് താക്കൂറും പിങ്കി പാണ്ഡെയും ലീല അഗർവാളും ഇരുന്നു. പശ്ചാത്തലത്തിൽ നേർത്ത സരോദവാദനമുണ്ടായിരുന്നു. ഷർമിള വന്നപ്പോൾ പുറത്തു പോയിരുന്ന അവളുടെ റൂംമേറ്റ് അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി. അവിവാഹിതയായ 20-കാരിയും സുന്ദരിയുമായിരുന്നു പിങ്കി. പെട്ടെന്ന് ആരുമായും അടുക്കുന്ന പ്രസാദം നിറഞ്ഞ പെരുമാറ്റമായിരുന്നു അവളുടേത്. ഷർമിളയുമായി അവൾ പെട്ടെന്ന് സൗഹൃദത്തിലായി. കറുത്ത ഫ്രെയിമുള്ള കണ്ണട ധരിച്ച അവളെ ഷർമിളയ്ക്ക് ഇഷ്ടമാവുകയും ചെയ്തു.
അവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അനുരാഗിന്റെ വിളി വന്നത്. ഇറ്റ് ഈസ് ടൈം ഫോർ ഡിന്നർ, അയാൾ പറഞ്ഞു. യെസ്, ഐ ആം ഫ്രീ. റെസ്റ്റോറൻറ്റ് ഇസ് അറ്റ് ദി ഫസ്റ്റ് ഫ്ലോർ. ഐ വിൽ വെയിറ്റ് ഫോർ യു ദയർ. റൂംമേറ്റ് പിങ്കി എത്തിയ കാര്യം അവൾ അയാളോട് സൂചിപ്പിച്ചു. നോ പ്രോബ്ലം, ലെറ്റർ കം വിത്ത് യു. ഐ എം എ ഫാൻ ഓഫ് ബ്യൂട്ടിഫുൾ ലേഡീസ്. ശർമിള ചിരിച്ചു. കോൾ കട്ട് ചെയ്തിട്ട് അവൾ അനുരാഗിനെ കുറിച്ച് പിങ്കിക്ക് ഒരു ചെറു വിവരണം കൊടുത്തു. വെരി ഗുഡ്. ഇത്തരം ഫ്രണ്ട്ഷിപ്പുകളാണ് ഇതുപോലെയുള്ള ബോറൻ കോൺഫറൻസുകളുടെ ഒരു റിലീഫ്, പിങ്ക് പറഞ്ഞു. അപ്പോഴാണ് ലീല അഗർവാളിന്റെ കാര്യം ഷർമിളയ്ക്ക് ഓർമ്മ വന്നത്. അവൾ അവരെയും ക്ഷണിച്ചു. രണ്ടുപേരും ഒത്ത് ഷർമിള വന്നപ്പോൾ റെസ്റ്റോറന്റിൽ അനുരാഗ് കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഷർമിള രണ്ടുപേർക്കും അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു. അതിനുശേഷമാണ് റിസർവ് ചെയ്യാത്ത 4 പേർക്കുള്ള ടേബിളിനടുത്ത് അവർ പോയിരുന്നത്. വാട്ടപ്പോട്ട് ആൻ ആപ്പിറ്റൈസർ. 3 സ്ത്രീകളുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി അനുരാഗ് ചോദിച്ചു. ഐ വുഡ് ഗോ ഫോർ എ ജീൻ, ലീല അഗർവാൾ പറഞ്ഞു. പിങ്കിയുടെ മുഖത്തേക്കാണ് പിന്നെ അയാൾ നോക്കിയത്. റെഡ് വൈൻ ഫോർ മീ, അവൾ പറഞ്ഞു. അവസാനത്തേത് ഷർമിളയുടെ ഊഴമായിരുന്നു. ജസ്റ്റ് ആപ്പിൾ ജ്യൂസ്, പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു. ഐ എം എ കോൺയാക് അഡിക്റ്റ്, എസ്പെഷ്യലി വെൻ ഐ എം ഇൻ ദ കമ്പനി ഓഫ് ബ്യൂട്ടിഫുൾ വിമൻ. എല്ലാവരും ചിരിച്ചു. ഓർഡർ എടുക്കാൻ ആൾ വന്നു. അവരവർക്ക് ആവശ്യമുള്ളത് അവരവർ പറഞ്ഞു. പാനീയവും ഭക്ഷണവും കാത്തിരിക്കുമ്പോഴാണ് 4 പേരും കൂടുതൽ പരിചയപ്പെട്ടത്. സംഭാഷണകല നന്നായി വശമുണ്ടായിരുന്നു അനുരാഗിന്. അയാളുടെ തമാശകൾ കേട്ട് ലീല അഗർവാളും പിങ്കി പാണ്ഡെയും ഒരുപാട് ചിരിച്ചു. ഷർമിള എല്ലാം കേട്ട് പുഞ്ചിരിയോടെ ഇരുന്നതേയുള്ളൂ. ഡിന്നർ കഴിഞ്ഞ് പുറത്തേക്കിറങ്ങി ഗുഡ് നൈറ്റ് പറഞ്ഞ് അവർ അവരുടെ റൂമുകളിലേക്ക് പോയി. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് അനുരാഗ്? റൂമിലെത്തിയപ്പോൾ പിങ്കി ചോദിച്ചു. ലവബിൾ യങ് ഗൈ, എങ്ങും തൊടാതെ ഷർമിള പറഞ്ഞു. ചിരിച്ചുകൊണ്ട് പിങ്കി ബാത്റൂമിലേക്ക് പോയി. അപ്പോഴാണ് അനുരാഗിന്റെ ഒരു വാട്സാപ്പ് മെസ്സേജ് വന്നത്. ഐ ആം അലോൺ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് പ്ലീസ് കം. എന്തൊരു ധൈര്യം. സോറി, നോട്ട് ഇൻട്രസ്റ്റഡ്. അവൾ ഉടൻ തന്നെ റിപ്ലൈ കൊടുത്തു. പിങ്കി വന്ന് ഉറങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി. അപ്പോഴാണ് അവളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വന്നതിന്റെ ടോൺ കേട്ടത്. അവൾ അതെടുത്ത് വായിച്ചു നോക്കിയിട്ട് ഒരു നിമിഷം നിന്നു. പിന്നെ ഇടം കണ്ടിട്ട് ഷർമിളയെ ഒന്ന് നോക്കി. ഷർമിള മുടി പിന്നെ കെട്ടിവെക്കുകയായിരുന്നു. ഐ എം ഗോയിങ് ഔട്ട്, വിൽ ബി ബാക്ക് ആഫ്റ്റർ സം ടൈം, യു സ്ലീപ്പ്. അവളെ നോക്കി പറഞ്ഞിട്ട് പിങ്കി വാതിൽ തുറന്ന് വെളിയിലേക്ക് ഇറങ്ങി വീണ്ടും അതടച്ചു. ദീപക്കിനെ വിളിക്കാനായി ഷർമിള മൊബൈൽ എടുത്തപ്പോഴാണ് വാട്സാപ്പിൽ ഒരു മെസ്സേജ് കൂടി വന്നത്. നോക്കിയപ്പോൾ അത് പ്രേമി അയച്ചതായിരുന്നു. ബ്ലേഡ് കൊണ്ടോ മറ്റോ കുറുകെ വരഞ്ഞ കൈത്തണ്ടയിൽ നിന്ന് ചോരയൊഴുകി വീഴുന്ന ഫോട്ടോ പെട്ടെന്ന് ഡൗൺലോഡായി. ഷർമിള ഞെട്ടിപ്പോയി. അക്ഷരപ്പിശകോടെ 2 വരികൾ അതിന് താഴെ എഴുതിയിരിക്കുന്നു. ഐ എം എ വിക്ടിം ഓഫ് എ ഫേക്ക് ലവ്, എൻഡിങ് മൈ ലൈഫ്, ഗുഡ് ബൈ. ഷർമിള ഉടൻ തന്നെ പ്രേമിയുടെ നമ്പറിൽ വിളിച്ചു. ബെല്ലടിച്ച് നിന്നതല്ലാതെ കോൾ കിട്ടിയില്ല. വീണ്ടും വീണ്ടും അവൾ ഭ്രാന്തമായ വേഗത്തിൽ വിളിച്ചു. പ്രേമി കോൾ എടുത്തില്ല. കഴുകി തുടച്ച കട്ട് ഗ്ലാസ്സിലേക്ക് ദീപക് 2 കഷ്ണം ഐസ് എടുത്തിട്ടു. എന്നിട്ട് അതിന്റെ മീതയ്ക്ക് കുറച്ച് വിസ്കി വീഴ്ത്തി. ജാക്ക് ഡാനിയൽ. കഴിഞ്ഞ മാസം പോർട്ടിൽ വന്ന ആരിഷ് കപ്പലിലെ സെയിലർ സമ്മാനിച്ചതാണ്. ഇന്നാണ് അത് തുറക്കുന്നത്. ജങ്ക് ഫുഡിനോട് ദീപകിന് വലിയ താല്പര്യമില്ല. അത് കാരണം പുറത്തു പോയപ്പോൾ വാങ്ങിച്ചു കൊണ്ടുവന്ന ഹാഫ് കുക്ക്ഡ് ചപ്പാത്തിയുടെ പാക്കറ്റ് പൊട്ടിച്ച് 2 എണ്ണം എടുത്ത് അയാൾ നോൺ സ്റ്റിക് പാനിൽ ചുട്ടെടുത്തു. കറി വേണമെന്ന് നിർബന്ധമില്ല. ക്യാരറ്റും കുക്കുംബറും ഒരു ഉള്ളിയും ടൊമാറ്റോയും നേർത്ത കഷ്ണങ്ങളാക്കി ഒരു പ്ലേറ്റിലെടുത്തു. ബിസ്കിയുടെ കൂടെ റോസ്റ്റഡ് ആൻഡ് സോൾട്ടഡ് കാഷ്യൂനട്ടാണ് നല്ലത്. അതിന്റെ ക്യാൻ തുറന്ന് ചെറിയ ബോളിലേക്ക് കുറേ എണ്ണം കുടഞ്ഞിട്ടു. TV ഓൺ ചെയ്ത് മൂവി ചാനലുകൾ തിരയുമ്പോഴാണ് അയാളുടെ മൊബൈലിൽ ഒരു കോൾ വന്നത്. ഈ രാത്രിയിൽ ഏതായാലും ഒഫീഷ്യൽ കോളുകൾ വരാൻ സാധ്യതയില്ല. അയാൾ ചെന്ന് ചാർജ് ചെയ്യാൻ കുത്തിയിട്ടിരുന്ന മൊബൈൽ ഊരിയെടുത്തു നോക്കി. മാലിനി ചേച്ചി. അയാൾക്ക് അത്ഭുതം തോന്നി. ഷർമിള സ്ഥലത്തില്ലെന്ന് മാലിനി ചേച്ചി എങ്ങനെ അറിഞ്ഞു? ചേച്ചി വിളിക്കുമ്പോഴൊന്നും ഷർമിള ഉണ്ടാകാറില്ല. ഹലോ ചേച്ചി. അയാൾ കോൾ എടുത്തു. എവിടെയാണ് എൻ്റെ സുന്ദരക്കുട്ടൻ? തേൻപുരട്ടിയ സ്വരത്തിൽ മാലിനി ചേച്ചി ചോദിച്ചു. ഫ്ലാറ്റിലാണ്. ഷർമി കിച്ചണിലാണോ? അല്ല, അവൾ ഡൽഹിയിലാണ്. എന്തിനാ പോയേ? ആശ്ചര്യസ്വരത്തിൽ അവർ ചോദിച്ചു. ഒരു കോൺഫറൻസ്. ഒഫീഷ്യൽ. എന്നാണ് പോയത്? ഇന്നലെ. എന്ന് വരും? നാളെ. എന്നിട്ടെന്താ മോനെ നീ ഇതുവരെ ഇക്കാര്യം പറയാഞ്ഞേ? ചേച്ചി അങ്ങ് വരുമായിരുന്നല്ലോ. ദീപക് ചിരിച്ചു. തമ്പിച്ചേട്ടൻ അവിടെ ഇല്ലേ? ലോട്ടസിൽ പോയേക്കുവാ. തമ്പിച്ചേട്ടന്റെ സായാഹ്നങ്ങൾ ക്ലബ്ബുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ ലേ മെറിഡിയനിലോ താജിലെയോ ബാറുകൾക്ക്. ഷർമിളയുടെ ഒരകന്ന ബന്ധുവാണ് മാലിനി ചേച്ചി. ആലപ്പുഴയിലെ ഒരു ധനാട്യന്റെ മകൾ. ഭർത്താവ് ചന്ദ്രമോഹൻ തമ്പി കൊച്ചിയിലെ പ്രമുഖ എക്സ്പോർട്ടറാണ്. കയറും കടൽ വിഭവങ്ങളും സുഗന്ധദ്രവ്യങ്ങളും
അമേരിക്കയിലേക്കും യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ച് ഡോളറും യൂറോയും പൗണ്ടും കണക്കില്ലാതെ സമ്പാദിക്കുന്നവൻ. വാര്യം റോഡിലുള്ള പത്മസൂര്യ എന്ന ബംഗ്ലാവിലാണ് മാലിനി ചേച്ചിയും തമ്പിച്ചേട്ടനും താമസിക്കുന്നത്. സുന്ദരിയായ 38കാരിയാണ് മാലിനി ചേച്ചി. പക്ഷെ അവർക്ക് മക്കളില്ല. പത്മ എന്നു പേരുള്ള ഒരു പെൺകുട്ടിയെ ദത്തെടുത്ത് വളർത്തുന്നുണ്ടവർ. പത്മ ഊട്ടിയിലെ ഒരു സ്കൂളിൽ പഠിക്കുകയാണിപ്പോൾ. ദീപക്, മാലിനി ചേച്ചി വിളിച്ചു. നാളെ സൺഡേ അല്ലേ? ലഞ്ച് എവിടെയാണ്? വരണം. വരാം. വന്നാൽ മാത്രം പോരാ. പിന്നെ അത് വരുമ്പോൾ പറയാം. ഫോണിലൂടെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ മാലിനി ചേച്ചിക്ക് വലിയ ഇഷ്ടമാണ്. അപ്പോൾ പ്രേമപരവശിയാകും. അവരുടെ അതേ വികാര പാരവശ്യത്തോടെ തിരിച്ചും സംസാരിക്കണം. പക്ഷേ അത്ഭുതം അതല്ല. നേരിൽ കാണുമ്പോൾ ഫോണിൽ സംസാരിക്കുന്ന ആളെയല്ല മാലിനി ചേച്ചി. സ്നേഹമുണ്ട്, പക്ഷെ പ്രേമമില്ല. എങ്കിലും ഇടയ്ക്കിടയ്ക്ക് സമ്മാനങ്ങൾ കൊടുത്തയക്കും. ഒരിക്കൽ 1/2 ഡസൻ ഷർട്ടാണ് ഷർമിയുടെ കയ്യിൽ കൊടുത്തുവിട്ടത്. വേറൊരിക്കൽ ഒരു റാഡോ വാച്ച്. ഷർമിക്കും കൊടുക്കും സമ്മാനങ്ങൾ. കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഒരു സെറ്റ് ഡയമണ്ട് ലോലാക്കാണ് കിട്ടിയത്. ദീപക്, എന്താ ചേച്ചി? എന്നെ മാലിനി എന്ന് വിളിക്ക്, അവർ ആവശ്യപ്പെട്ടു. അയാൾ ഗ്ലാസ് എടുത്ത് വിസ്കി അല്പം കുടിച്ചു. മാലിനി, അയാൾ വിളിച്ചു. എന്നെ ചേർത്ത് പിടിക്ക്. ചേർത്ത് പിടിച്ചു. പോരാ, ശരിക്കും അമർത്തിപ്പിടിക്ക്. അമർത്തിപ്പിടിച്ചു. എന്റെ പൊന്നെ. മാലിനി ചേച്ചി കുറുകി. അവർക്കെന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് അയാൾക്ക് തോന്നാറുണ്ട്. അകലെ ഇരിക്കുമ്പോൾ മാത്രമേ ഈ കുഴപ്പമുള്ളൂ. അടുത്ത് ചെന്നാൽ മുമ്പ് പറഞ്ഞതിന്റെ ഓർമ്മ പോലും മുഖത്ത് തെളിയുകയില്ല. ദീപക്, മാലിനി. അപ്പോഴാണ് വേറേതോ കോൾ വരുന്നുണ്ട് എന്ന് അയാൾക്ക് തോന്നിയത്. നോക്കിയപ്പോ ഷർമിള വിളിക്കുന്നു. സോറി ചേച്ചി, ഷർമി വിളിക്കുന്നു. ഞാനൊന്ന് കട്ട് ചെയ്യുകയാണ്, ദീപക് പറഞ്ഞു. അവളോട് സംസാരിച്ചു കഴിഞ്ഞ് എന്നെ വീണ്ടും വിളിക്കുമോ? വിളിക്കാം. മറക്കരുത്. ഇല്ല. ആ കോള് കട്ട് ചെയ്തിട്ട് അയാൾ ഷർമിളയുടെ കോൾ എടുത്തു. ദീപക്, ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കുന്നു? ആരോട് സംസാരിച്ചോണ്ടിരുന്നേ? കോപത്തിലായിരുന്നു അവൾ. ഷർമി, അത് നമ്മുടെ മാലിനി ചേച്ചി. അത് കേൾക്കാനൊന്നും സമയമില്ലായിരുന്നുള്ളൂ. ദീപക്, നീ ചെന്ന് പ്രേമിയുടെ ഫ്ലാറ്റിലേക്ക് പെട്ടെന്നും ചെല്ല്. അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എത്രയും വേഗം അവളെ രക്ഷപ്പെടുത്തണം. വേഗം ചെല്ല്, വേഗം. സമനില തെറ്റിയവളെ പോലെയായിരുന്നു ഷർമിയുടെ സംസാരം. നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അവൾക്കെന്ത് സംഭവിച്ചു? അവൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സംതിങ് സീരിയസ്, സംതിങ് ഫേറ്റൽ. ഞാൻ വിളിച്ചിട്ട് അവൾ കോൾ എടുക്കുന്നില്ല. പലതവണ ബെല്ലുണ്ട്. പക്ഷേ അവൾ നല്ല ഉറക്കമായിരിക്കും, അയാൾ പറഞ്ഞു. നോ ദീപക്, ഞാൻ ഇങ്ങനെ പേടിക്കുന്നതിന് ഒരു റീസൺ ഉണ്ട്. എനിക്കിപ്പോൾ വാട്സാപ്പിൽ അവളുടെ ഒരു മെസ്സേജ് വന്നു. ഞാനത് ഫോർവേഡ് ചെയ്യാം. അതുകൊണ്ടപ്പോഴാണ് എനിക്ക്. ഗ്ലാസ്സിൽ ബാക്കിയുണ്ടായിരുന്ന വിസ്കിയിൽ നിന്ന് നല്ലൊരു കവിൾ അയാൾ കുടിച്ചു. പെട്ടെന്ന് അയാളുടെ മൊബൈലിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് വരുന്ന ശബ്ദം കേട്ടു. എടുത്ത് തുറന്നു നോക്കിയപ്പോൾ ഒരു പിക്ചർ മെസ്സേജാണ്. കൈത്തണ്ടയിൽ നിന്ന് ചോരയൊഴുകി വീഴുന്ന ഒരു ഫോട്ടോ. താഴെ 2 വരികൾ. ഐ എം എ വിക്ടിം ഓഫ് ഫേക്ക് ലവ്, എൻഡിങ് മൈ ലൈഫ്, ഗുഡ് ബൈ. പ്രേമി ഇങ്ങനെയൊരു മെസ്സേജ് ഷർമിളയ്ക്ക് അയച്ചെങ്കിൽ അതിന്റെ അർത്ഥം ഹരോൾഡിന്റെ സ്നേഹം വ്യാജമായ സ്നേഹമായിരുന്നുവെന്ന് അവൾ തിരിച്ചറിഞ്ഞതിന്റെ ഫലമായിട്ടാണോ? ഷർമിളയുടെ ഭയത്തിന് അടിസ്ഥാനമുണ്ടെന്ന് ദീപക്കിന് തോന്നി. ചപ്പാത്തി കഴിക്കാൻ സമയമില്ല. ഗ്ലാസ്സിൽ അവശേഷിച്ച വിസ്കി അയാൾ വായിലേക്ക് കമിഴ്ത്തിയിട്ട് ബെഡ്റൂമിലേക്ക് ചെന്നു. ഹാഫ് പാൻസ് ഊരിയെറിഞ്ഞിട്ട് ജീൻസ് എടുത്ത് ധരിച്ചു. കിട്ടിയ ഷർട്ട് കൈനീട്ടിയെടുത്തു. പേഴ്സ് എടുത്ത് ഹിപ്പ് പോക്കറ്റിൽ തിരുകി. മൊബൈൽ ഷർട്ടിന്റെ പോക്കറ്റിൽ വെച്ചു. കാറിന്റെ ചാവിയെടുത്ത് പുറത്തേക്കിറങ്ങി വാതിൽ പൂട്ടി. ലിഫ്റ്റ് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. അതിന്റെ ബട്ടണിൽ വിരലമർത്തിയിട്ട് അയാൾ കാത്തുനിന്നു. അപ്പോൾ ഷർമിയുടെ വിളി വന്നു. ഞാൻ അങ്ങോട്ട് പോവാണ്, ചെന്നിട്ട് വിളിക്കാം, അയാൾ തിടുക്കത്തിൽ പറഞ്ഞു. ഓക്കെ, വിളിക്കണേ. ലിഫ്റ്റ് വന്നു. അയാൾ അതിൽ കയറി ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോയി. പ്രേമി അങ്ങനെ ചെയ്യുമോ? അവൾ ധൈര്യമുള്ള പെണ്ണാണെന്ന് ഷർമിള പറയാറുണ്ട്. ധൈര്യമില്ലാത്ത പെണ്ണ് ആത്മഹത്യ ചെയ്യുമോ? പാർക്കിംഗ് ഏരിയയിലേക്ക് ചെന്ന് കാറെടുത്ത് ദീപക് പുറത്തേക്ക് പാഞ്ഞു. മണി 10 കഴിഞ്ഞ് 5 മിനിറ്റ്. റോഡിലെ ട്രാഫിക് കുറഞ്ഞിരുന്നു. എന്നിട്ടും വണ്ടികൾ ചീറിപ്പായുന്നുണ്ട്. മൊബൈൽ അപ്പോൾ ബെല്ലടിച്ചു. അയാൾ ഇടത് കൈകൊണ്ട് അതെടുത്തു നോക്കി. മാലിനി ചേച്ചിയാണ്. കട്ട് ചെയ്താലോ എന്ന് അയാൾ ആലോചിച്ചു. എങ്കിൽ വീണ്ടും വിളിക്കും, പരിഭവം പറയും. അതിലും നല്ലത്. ഹലോ ചേച്ചി. വിളിക്കാന്നോ പറഞ്ഞിട്ട് നീ വിളിച്ചില്ലല്ലോ കണ്ണാ. ഭാര്യയോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ നിനക്ക് എന്നെ വേണ്ടാതായോ? ചേച്ചി, ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്യുകയാ, നാളെ വിളിക്കാം, ദീപക് പറഞ്ഞു. ഈ രാത്രിയിൽ ഏത് രഹസ്യക്കാരിയെ കാണാനാ പോവാ നീ? ഷർമിള വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും. ഷർമിളയുടെ ഒരു ഫ്രണ്ടിന് സുഖമില്ല. അവൾ വിളിച്ചു പറഞ്ഞതിനനുസരിച്ച് പോവാ ഞാൻ. ആണോ പെണ്ണോ? മാലിനി ചേച്ചിയുടെ ചോദ്യം കേട്ടില്ലെന്ന് നടിച്ച് അയാൾ കോള് കട്ട് ചെയ്തു. കാമുകൻ ഉപേക്ഷിച്ചെന്ന് കരുതി പ്രേമി ആത്മഹത്യയ്ക്ക് മുതിരുമോ? ഒരിക്കലുമില്ല. പഴയ കാലമല്ലിത്.
അവളത്ര വിഡ്ഢിയുമല്ല. ഷെർമിയുടെ ഓരോ ഭ്രാന്ത്. പക്ഷേ അവൾ ആവശ്യപ്പെട്ടാൽ ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റില്ല. ഷെർമിയുടെ ഉറ്റ കൂട്ടുകാരിയാണവൾ. ഫ്രണ്ട്, സിസ്റ്റർ, മെന്റർ. പ്രേമി നല്ല ഉറക്കത്തിലായിരിക്കും. അവളെ വിളിച്ചുണർത്തേണ്ടി വരും. ഷെർമിയുടെ പേടിയെക്കുറിച്ച് അറിയുമ്പോൾ അവൾ പൊട്ടിച്ചിരിക്കും. അവളെ കൊണ്ട് തന്നെ വിളിപ്പിക്കണം. എന്നാലേ ഷെർമിക്ക് ബോധ്യമാകൂ. ദീപകിന്റെ കാർ ചെന്നപ്പോൾ വൈറ്റ് ലോട്ടസ് അപ്പാർട്ട്മെന്റിന്റെ ഗേറ്റ് ഉള്ളിൽ നിന്ന് പൊട്ടിക്കഴിഞ്ഞിരുന്നു. അയാൾ ചെറുതായി ഒന്ന് ഹോൺ മുഴക്കി. ചെറുപ്പക്കാരനായി സെക്യൂരിറ്റി വന്ന് ഗേറ്റ് തുറന്നു. അയാൾ നേരത്തെ പലതവണ ദീപകിനെ കണ്ടിട്ടുണ്ടായിരുന്നതുകൊണ്ട് ചോദ്യങ്ങളൊന്നും ഉണ്ടായില്ല. വിസിറ്റേഴ്സിന്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വണ്ടിയിട്ടിട്ട് അയാൾ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. പുറത്താരെയും കണ്ടില്ല. ചില ഫ്ളാറ്റുകളിൽ നിന്ന് പതിഞ്ഞ സ്വരത്തിൽ ടിവിയുടെ ശബ്ദം മാത്രം കേട്ടു. 7ാമത്തെ നിലയിലെത്തി. 7C എന്ന നമ്പറുള്ള വാതിലിനോട് ചേർന്നുള്ള ഡോർബെല്ലിന്റെ സ്വിച്ചിൽ ദീപക് വിരലമർത്തി. ഉള്ളിൽ ബെല്ല് കേട്ടു. 1 മിനിറ്റ് കാത്തു നിന്നെങ്കിലും പ്രേമി വന്ന് വാതിൽ തുറന്നില്ല. അയാൾ വീണ്ടും ബെല്ല് മുഴക്കി. 3 തവണ ബെല്ലടിച്ചിട്ടെങ്കിലും വാതിൽ തുറക്കപ്പെട്ടില്ല. അയാളുടെ മനസ്സിലേക്ക് ഒരു ഭയം അല്ലേ ഇഴിഞ്ഞു കയറി. മൊബൈൽ എടുത്ത് അയാൾ പ്രേമിയുടെ നമ്പറിൽ വിളിച്ചു. ബെല്ല് കേട്ടെങ്കിലും ഫലമുണ്ടായില്ല. ദീപക് ഉടൻ തന്നെ ഷർമിളയെ വിളിച്ചു. കാത്തിരുന്നതുപോലെ ആദ്യത്തെ ബെല്ലിന് തന്നെ അവൾ കോളെടുത്തു. ഡോർബെല്ലടിച്ചു. മൊബൈലിലും വിളിച്ചു നോക്കി. റെസ്പോണ്ട് ചെയ്യുന്നില്ല. വേഗം സെക്യൂരിറ്റി ഇൻഫോം ചെയ്ത് ദീപക്. അവരുടെ കയ്യിൽ ഡ്യൂപ്ലിക്കേറ്റ് കീയുണ്ട്. അവൾ എന്തോ അബദ്ധം കാണിച്ചിട്ടുണ്ട്. എനിക്കുറപ്പാണ്. ക്വിക്ക് ദീപക്, സമയം കളയാനില്ല. വേഗം. ഓക്കെ, ഞാൻ താഴേക്ക് പോവാണ്. സെക്യൂരിറ്റി ക്യാബിനിലെ നമ്പർ എന്റെ കയ്യിലുണ്ട്. ഞാൻ വിളിച്ചു പറയാം. ദീപക് ചെന്നാൽ മതി. അതാണ് നല്ലത്. ഒറ്റയ്ക്കൊരു സ്ത്രീ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് അതിക്രമിച്ച് കയറാൻ ഒരു പുരുഷൻ പറഞ്ഞാൽ സെക്യൂരിറ്റി സ്റ്റാഫ് സമ്മതിച്ചെന്ന് വരില്ല. താഴെ എത്തി ദീപക് സെക്യൂരിറ്റി ക്യാബിനിലേക്ക് ചെന്നു. ഷർമിള അപ്പോഴേക്ക് കാര്യം വിളിച്ചു പറഞ്ഞെന്ന് അയാളുടെ മുഖം കണ്ടപ്പോൾ ദീപകിന് മനസ്സിലായി. സാറിന്റെ വൈഫ് വിളിച്ചു ഇപ്പോ. പക്ഷേ റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും പെർമിഷൻ ഇല്ലാതെ ഡ്യൂപ്ലിക്കേറ്റ് കീ ഉപയോഗിച്ച് ഫ്ളാറ്റ് തുറക്കാൻ പറ്റില്ല സാർ, സെക്യൂരിറ്റി പറഞ്ഞു. എങ്കിൽ അവരോട് പറ, ഇത് വളരെ അർജന്റാണ്. പ്രേമി ആത്മഹത്യക്ക് ശ്രമിച്ചിട്ടുണ്ടെന്ന് സംശയമുണ്ട്. ദീപക് തിടുക്കം കൂട്ടി. തോമസ് കൊരൂള സാറാണ് പ്രസിഡന്റ്. സാറിനെ വിളിച്ചിട്ട് കാര്യമില്ല. 10 മണി കഴിഞ്ഞില്ലേ? സാർ ഇപ്പം ഓഫായി കാണും. ഇനി നേരം വെളുക്കാതെ കണ്ണ തുറക്കത്തില്ല. സെക്രട്ടറിയോ? ഇമ്മാനുവൽ സാർ രാവിലെ തലശ്ശേരിക്ക് പോയി. ആൾ സ്ഥലത്തില്ല. ഉത്തരവാദിത്തപ്പെട്ട വേറെ ആരുമില്ലേ ഇവിടെ? കോപം നിയന്ത്രിച്ച് ദീപക് ചോദിച്ചു. വൈസ് പ്രസിഡന്റ് ഹുസൈൻ സാറുണ്ട്. പറയാം. ഫോണെടുത്ത് അയാൾ ആരോടോ സംസാരിച്ചു. അയാളുടെ മുഖഭാവം കണ്ടപ്പോൾ അനുകൂലമായ മറുപടിയാണ് കിട്ടിയതെന്ന് ദീപക്കിന് മനസ്സിലായി. സാർ അങ്ങോട്ട് ചെല്ല്. താക്കോലെടുത്ത് ഞാൻ വന്നേക്കാം. ഹുസൈൻ സാർ 8 ബിയില. അവിടെ വരും. ദീപക് അപ്പോൾ തന്നെ മുകളിലേക്ക് പോയി. അയാൾ ചെന്നപ്പോൾ പ്രേമിയുടെ ഫ്ളാറ്റിന് മുമ്പിൽ ഒരു മധ്യവയസ്കനും തട്ടമിട്ട സ്ത്രീയും നിൽക്കുന്നുണ്ടായിരുന്നു. ഹുസൈൻ സാറാണോ? ദീപക് ചോദിച്ചു. അതെ, ഞാൻ ദീപക്. എന്റെ വൈഫിന്റെ ഫ്രണ്ടാണ് പ്രേമി. അയാൾ ചുരുക്കത്തിൽ കാര്യങ്ങൾ പറഞ്ഞു. ആ കുട്ടിക്ക് ഇവിടെ ആരുമായി മാത്രം അടുപ്പമില്ല. അസോസിയേഷന്റെ മീറ്റിംഗിൽ ഇടയ്ക്കിടയ്ക്ക് പങ്കെടുക്കാറുണ്ടെന്ന് മാത്രം. സെക്യൂരിറ്റി ഡ്യൂപ്ലിക്കേറ്റ് താക്കോലുമായി വന്നു. ഞങ്ങൾ പെണ്ണുങ്ങളോട് പോലും മിണ്ടത്തില്ല. കുട്ടി കാണുമ്പോൾ ഒന്ന് ചിരിക്കും, അത്രമാത്രം, തട്ടമിട്ട സ്ത്രീ പറഞ്ഞു. ഹുസൈൻ സാഹിബിന്റെ ബീവിയാണ് ആ സ്ത്രീ എന്ന് ദീപക് അനുമാനിച്ചു. സെക്യൂരിറ്റിക്കാരൻ പ്രേമിയുടെ ഫ്ളാറ്റിന്റെ വാതിൽ അയാൾ കൊണ്ടുവന്ന താക്കോൽ ഉപയോഗിച്ച് തുറന്നു. ജാഗ്രതയോടെയാണ് ഒന്നിനു പിറകെ ഒന്നായി 4 പേരും അകത്തേക്ക് കയറിയത്. ഡ്രോയിങ് റൂമിൽ പ്രേമി ഉണ്ടായിരുന്നില്ല. കിച്ചണിലും കണ്ടില്ല. ആദ്യത്തെ ബെഡ്റൂമിന്റെ വാതിൽ തുറന്നത് സെക്യൂരിറ്റിയാണ്. സുൽവത്ത് നിന്ന് നോക്കിയിട്ട് വാ, ഹുസൈൻ സാഹിബ് പറഞ്ഞു. ആ സ്ത്രീ ബെഡ്റൂമിലേക്ക് കയറി. അവിടെ പ്രേമിയെ കണ്ടില്ല. അവർ ബാത്റൂം തുറന്നു നോക്കി. ഇതിനകത്തില്ല. 2ാമത്തെ ബെഡ്റൂമായി പിന്നെ അവരുടെ ലക്ഷ്യം. അതുള്ളിൽ നിന്ന് ലോക്ക് ചെയ്തിരിക്കാവോ എന്ന് ദീപക് ഭയന്നു. സുൽഫത്ത് തന്നെയാണ് ഡോർ ഹാൻഡിലിൽ പിടിച്ച് തിരിച്ചത്. വാതിൽ പെട്ടെന്ന് തുറന്നു. റൂമിൽ പ്രേമിയെ കണ്ടില്ല. പക്ഷേ അല്പം തുറന്നു കിടന്ന ബാത്റൂമിൽ ടാപ്പിൽ നിന്ന് വെള്ളം ഒഴുകി വീഴുന്ന ശബ്ദം അവർ കേട്ടു. സുൽഫത്ത് വേഗം അങ്ങോട്ട് ചെന്നു. അല്ലാ! അവരുടെ ആർത്തനാദം കേട്ട് ഹുസൈൻ സാഹിബും ദീപക്കും സെക്യൂരിറ്റിയും അങ്ങോട്ട് പാഞ്ഞു ചെന്നു. വെള്ള ടൈൽസ് പാകിയ നനഞ്ഞ ബാത്റൂം ഫ്ലോറിൽ പ്രേമി ചിരഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. പിങ്ക് നിറത്തിലുള്ള ലെഗിങ്സും വെള്ള മീഡിയം സ്ലീവ്ലെസ് ടോപ്പുമായിരുന്നു അവളുടെ വേഷം. മുടി തറയിൽ വിതിർത്തി കിടന്നിരുന്നു. ടാപ്പിൽ നിന്നൊഴുകി വീണ് ബാത്റൂമിന്റെ മൂലയിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരുന്ന വെള്ളത്തിന് ചുവപ്പ് നിറമായിരുന്നു. ബാത്റൂമിൽ ചോരയുടെ ഗന്ധം തളം കെട്ടി നിന്നിരുന്നു.